പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കറിയാം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആരോപണങ്ങൾ വർഷങ്ങളായിട്ട് തന്നെ ഉയരുന്നതാണ്. പ്രത്യേകിച്ച് ദേവസ്വം ഭൂമികൾ വ്യാപകമായി തന്നെ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. 3 പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡുകളുടെ തന്നെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 30,000 ഏക്കറിലധികം ഭൂമിയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു കെടുകാര്യസ്ഥത ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് പല ക്ഷേത്രങ്ങളുടെയും ഭൂമി ദേശീയപാത വികസനത്തിനായി വിട്ടു നൽകിയിരുന്നു. അങ്ങനെ ദേശീയപാത വികസനത്തിനായി ക്ഷേത്രഭൂമികൾ വിട്ടു നൽകുമ്പോൾ സ്വാഭാവികമായും അതിന് കൃത്യമായ തുക ക്ഷേത്രങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ തുക, നഷ്ടപരിഹാര തുക ലഭിക്കാതെ പോയതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ദേവസ്വം ബോർഡ് ഈ തുകയ്ക്കായി ക്ലെയിം ചെയ്യുന്നില്ല എന്നതാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിടുകയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ക്ഷേത്രഭൂമികൾ ദേശീയപാത വികസനത്തിന് നൽകുകയും ഈ ഭൂമി നൽകിയതിൻ്റെ നഷ്ടപരിഹാര തുക ക്ഷേത്രങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ വിവരങ്ങൾ നൽകാൻ പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്നുണ്ട്. പ്രജിത്ത്, ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് കെടുകാര്യസ്ഥതകൾ പല രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ക്ഷേത്രങ്ങളുടെ സ്വർണം ഉൾപ്പെടെ നഷ്ടപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട്, സ്വർണം അടിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രഭൂമികൾ അന്യാധീനപ്പെട്ടതുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഇത് ദേശീയപാത വികസനത്തിനായി ക്ഷേത്രഭൂമികൾ നൽകിയതിൽ ഈ നഷ്ടപരിഹാര തുക ലഭിക്കാത്തതിൻ്റെ പ്രധാന കാരണം ക്ലെയിം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ഗൗതം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, സ്വർണ്ണക്കൊള്ളയേക്കാളും വലുതാണ് ദേവസ്വം ബോർഡുകളുടെ ഭൂമി കൊള്ള ചെയ്തത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങോളം വലിയ രീതിയിൽ ദേവസ്വം ബോർഡിൻ്റെ ഭൂമികൾ നഷ്ടമായിട്ടുണ്ട്. അതിൽ സ്വകാര്യ വ്യക്തികളുടെ കയ്യേറ്റമുണ്ട്, സർക്കാരിൻ്റെ കയ്യേറ്റമുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുടെ കയ്യേറ്റമുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ വിശദമായി വരും ദിവസങ്ങളിൽ വരും. എന്തായാലും ഏറ്റവും പുതിയതായി നമ്മൾ അടുത്തിടെ പുറത്തുവിട്ടൊരു വാർത്തയാണ്. ഒന്ന്, ആലപ്പുഴ ജില്ലയിലെ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭൂമികൾ, അത് ദേശീയപാത വികസനത്തിനായി ദേവസ്വം ബോർഡിൻ്റെ ഭൂമികൾ വിട്ടു നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിട്ടു നൽകിയ ഭൂമിയുടെ തുക ആർക്കാണ് നൽകിയത് എന്നുള്ളൊരു വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് ദേശീയപാത അതോറിറ്റി തന്നെ നൽകിയിരിക്കുന്ന മറുപടി എന്നുള്ളത് ഈ പണം മുഴുവൻ, അതായത് ഭൂമിയുടെ പണം മുഴുവൻ സംസ്ഥാന സർക്കാരിലേക്കാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള വിവരാവകാശ രേഖകൾ കഴിഞ്ഞ ദിവസം ജനം TV പുറത്തുവിട്ടിരുന്നു. ആലപ്പുഴ ജില്ലയിലെ മാത്രം കണക്കുകളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഏതാണ്ട് 18 ക്ഷേത്രങ്ങളിൽ നിന്നായി 20 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാരാണ് ഈ ഇനത്തിൽ കൈപ്പറ്റിയത് എന്നുള്ളത്. നഷ്ടപരിഹാരമായി നൽകിയിട്ടുള്ളത് ഏതാണ്ട് 27 കോടിയോളം രൂപ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആധികാരികമായി ഈ ഘട്ടത്തിൽ 20 കോടിയിലധികം രൂപ എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിലുണ്ടായിരുന്ന കെട്ടിടങ്ങളുടെയും മറ്റും തുക ദേവസ്വം കമ്മീഷണർക്കും കൈമാറി എന്നുള്ളത് ഈ വിവരാവകാശ മറുപടിയിൽ പറയുന്നുണ്ട്. പക്ഷേ 20 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാരിലേക്ക് വന്നു എന്നുള്ളതിരിക്കെ 2023 ഇത് സംബന്ധിച്ച വ്യാപകമായ തർക്കമുണ്ടായിരുന്നു. ഒന്ന്, റവന്യൂ വകുപ്പും ദേവസ്വം ബോർഡും തമ്മിൽ നിരവധി തർക്കങ്ങൾ ഉണ്ടാവുകയും ഒടുവിൽ 2023 ഓഗസ്റ്റിൽ ഈ പണം ദേവസ്വം ബോർഡിന് ക്ലെയിം ചെയ്യാം എന്നുള്ളൊരു ഉത്തരവും വന്നു. പക്ഷേ ദേവസ്വം ബോർഡാകട്ടെ പിന്നീട് ഈ പണം ക്ലെയിം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയിലേക്കും പോയില്ല എന്നുള്ളതാണ്. അങ്ങനെ ദേവൻ്റെ സ്വത്ത്, അത് ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാനും നഷ്ടമായ ബിൽഡിങ്ങുകളൊക്കെ പുതുക്കി പണിയാനും ഒക്കെ വേണ്ടി ചെലവഴിക്കാൻ കഴിയുന്ന വലിയ തുക, അത് ദേവസ്വം ബോർഡ് സർക്കാരിൽ നിന്ന് ക്ലെയിം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. അതോടൊപ്പം തന്നെയാണ് ഈ മറ്റൊരു വലിയ കെടുകാര്യസ്ഥത എന്നുള്ളത്, നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും ശരി, ഇപ്പോൾ റെയിൽവേക്ക് വേണ്ടിയാണെങ്കിലും റോഡ് വികസനത്തിന് വേണ്ടിയാണെങ്കിലും ഒക്കെ ഭൂമി വിട്ടു നൽകുമ്പോൾ അതായത് ദേവസ്വം ബോർഡിന്റെ ഭൂമികൾ വ്യാപകമായി തന്നെ അന്യാധീനപ്പെടുന്നു. അത് സംസ്ഥാന സർക്കാർ തന്നെ ഈ കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 2016-ലും 2021-ലും ദേവസ്വം മന്ത്രിമാർ നിയമസഭയിൽ വെച്ച കണക്കുകൾ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഏതാണ്ട് 30,000-ത്തിലധികം ഏക്കർ ഭൂമി, ദേവസ്വം ഭൂമി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നഷ്ടമായിരിക്കുന്നു. ഇതുകൂടാതെയാണ് ഇപ്പോൾ ദേശീയപാതയ്ക്കും മറ്റും ക്ഷേത്രഭൂമി വിട്ടു നൽകിയിട്ട് അതിൻ്റെ നഷ്ടപരിഹാര തുക വാങ്ങിയെടുക്കാൻ പോലും ദേവസ്വം ബോർഡുകളുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രജിത്താണ് ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത്